എന്റെ പൊന്നു മോനെ പറയാൻ പറ്റത്തില്ലെന്ന് ഗ്രാനി വരുമെന്ന് ഓർക്കുന്നില്ലേ നീ പറഞ്ഞത്? നിങ്ങളുടെ മോൻ കിടന്ന് കരയുന്നു കേട്ടോ. അവൻ അതൊക്കെ കരയും. നമ്മളാരും കാര്യമൊക്കെ പോയിരുന്നാ മതി. ടൂറിസ്റ്റ് പറിച്ചു കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. എടാ കുട്ടപ്പന, നിനക്ക് ടൂറിസ്റ്റിന് വരെ വേറെ ഏതെങ്കിലും ഒരു പൂക്കള് പറിച്ചു തരാം കേട്ടോ. കരയല്ലേ? നമുക്ക് ഈ പാടത്തിന്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് പോകുന്നത് മഞ്ഞ കളറിലേക്ക് നിൽക്കുന്നുണ്ടോ? മോൻ പറഞ്ഞു കേട്ടില്ല, മഞ്ഞ കളറിൽ ടൂറിസ്റ്റ് പറിച്ചു. നമുക്ക് ആ വഴി അങ്ങോട്ട് പോകാം. ഇടയ്ക്ക് നിൽക്കുന്നുണ്ടോ മഞ്ഞ കളറിലെ? ആ തൽക്കാലം മോനെ അങ്ങോട്ട് നടക്ക് നടക്ക്. വാ നാണിയമ്മ, പിടിച്ചു വരണേ, സൂക്ഷിച്ചു വരണേ. ആ ഞാൻ സൂക്ഷിച്ച് നടന്നോളാം. നിങ്ങൾ അങ്ങോട്ട് നടക്ക്. ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് കുറച്ച് പറിക്കാൻ പറ്റിയാണെങ്കിൽ നല്ലതായിരുന്നില്ലേ? എന്ത് ചെയ്യാനാ, ആ ഗ്രാനി കാരണം നമുക്ക് പറിക്കാൻ പറ്റുമോ? അതും ഇല്ല. കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അതെന്തോ പറയാമേ, പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറിക്കണോ? പ്രായമുള്ളവരൊക്കെ സാധാരണ എനിക്ക് പൂ കണ്ടാ പറിക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ്ടാ ഇത് അമ്മ കൊള്ളാലോ ആള്. അമ്മ ന്യൂജനാന്ന് തോന്നുന്നു. ഒരു കുട്ടികളെ അങ്ങോട്ട് ഓടുന്നു. മോനെ അവിടെ നിൽക്കും മോനെ, അവിടെ ചതുപ്പാ. ഇത് മുങ്ങിപ്പോങ്ങട്ടോ, വേണ്ട ചള്ളക്കകത്ത് മുങ്ങിപ്പോ. ഇങ്ങോട്ട് വാ. അവൻ എന്നെ വിളിച്ചു കേട്ടില്ലയോ അമ്മച്ചി വണ്ടിന്ന്. ആ ഇപ്പൊ അടി വാങ്ങിക്കേണ്ടേന്ന്. ആ കുറച്ചു നേരം അവിടെ നിൽക്കിട്ടി, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ നിൽപ്പുണ്ടല്ലോ. അത് ശരി. എത്ര ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുന്നില്ലേ? എല്ലാരും ടൂറിസ്റ്റ് പാടമൊക്കെ കണ്ടു കണ്ട് സമയം ഓർത്തില്ലല്ലോ. 7 മണി ആവാറായും തോന്നുന്നു. നമുക്ക് ഇനി പതുക്കെ വലിഞ്ഞാലോ? എന്റെ പൊന്നെ, 7 മണി ആവാറായോ? നമ്മൾ ഈ സ്ഥലങ്ങളെ കണ്ടു കണ്ട് സമയം നോക്കിയില്ല. ആ ചെക്കനെ പിടിച്ചോണ്ട് പോകാൻ മറക്കല്ലേ, അവൻ അവിടെ പോയി നിൽക്കുക. കുട്ടുവനെ വാ, ഇങ്ങ് പോരാമോ? വാ വാ, ഇങ്ങോട്ട് വാ. അമ്മയെ പിടിച്ചു പോണേ. ഇത് ചതുപ്പ് ഒന്നാമത്. ഇത് നമ്മൾ ഫോട്ടോസ് ഒന്നും എടുത്തില്ലല്ലോ. അതൊക്കെ ഞാൻ എടുത്തു, നിങ്ങളത് ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് എടുത്തായിരുന്നു ഫോട്ടോസ് ഒക്കെ. ആഹാ, അതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? എല്ലാരും വേഗം പോ. 7 മണി ആവുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. പെട്ടെന്ന് ഇറങ്ങല്ലാരും. ആ എന്റെ ട്യൂലിപ്സ് പറിച്ച്. ആ കൊച്ചൻ എന്റെ ട്യൂലിപ്സ് പറിച്ചു. മോനെ, എന്റെ ട്യൂലിപ്സ് തീ പറിച്ചു. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അയ്യോ, നമ്മള് ഫുഡ് വാങ്ങിക്കാൻ മറന്നല്ലോ. അയ്യോ, കുഞ്ഞിന് വിശകുന്നു. അന്നേരം വാങ്ങിക്കണ്ടായിരുന്നോ? നമ്മുടെ ഗൈഡ് അങ്ങ് പോവുകയും ചെയ്തല്ലോ. അയ്യോ, ശാന്ത ചേച്ചി കാണുന്നില്ലല്ലോ. ശാന്തച്ച് തുണി ഉണക്കാനല്ല, മുകളിലോട്ട് കയറി പോയേട്ടാ. ഞാനെന്നാ പോയി മേല് കഴിയട്ടെ. എടി, അപ്പൊ ഫുഡ് എങ്ങനെ? അവന് വിശക്കുമില്ലയോ? മോനെ, അമ്മ ദേഹം ഒന്ന് പെട്ടെന്ന് കഴിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പോയി വാങ്ങിക്കാം കേട്ടോ. ഒന്ന് നടന്ന്. രണ്ടു ബാത്റൂം ഉണ്ടെന്ന് തോന്നല്ലോ. ഞാനിവിടെ പോയി മേല് കഴിയട്ടെ. കുറച്ചങ്ങോട്ട് നീങ്ങി നോക്കാം. ഞാൻ ഇവിടെ നിന്ന് കിടക്കട്ടെ. അയ്യോ, അവന്റെ ദേഷ്യം കണ്ടോ? നമുക്ക് കളിക്കാം. അവൻ കളിക്കുന്നില്ലെങ്കിൽ കളിക്കണ്ട. വാ, നമുക്ക് കളിക്കാം. അക്കൊത്തിക്കൊത്താനരമ്പേ കല്ലേക്കൊത്ത് കരിക്കൊത്തേ ചീപ്പുള്ള താറാവെള്ളം താറാമക്കളുടെ കയ്യിലൊരു വാങ്ക് പരിപ്പ് കൊത്തി പഞ്ചിലാക്കി ഞാനും ഉണ്ട് സീതത്തിന്റെ പേരെന്ത്? പണ്ടുള്ള കളികളെ നമുക്കൊന്നും അറിയത്തില്ല. നമ്മളൊക്കെ 2K kids അല്ലേ? അത് ശരിയാ. എടി, അമ്മൂമ്മയ്ക്ക് അറിയില്ല. നാണിയമ്മയ്ക്ക് നാണിയമ്മയോട് ചോദിച്ചേക്കടി എങ്ങനെ കളി. അയ്യോ, ഉറങ്ങിയടി. അമ്മൂമ്മ ഉറങ്ങിയടി. എനിക്ക് ഓർമ്മ വരുന്നില്ല.
നമുക്കൊരു കാര്യം ചെയ്താൽ ഈ കളി തന്നെ ഇങ്ങനെ ഈ ടീമിനെ കളിക്കാം. ഞാൻ പറയട്ടെ, അക്കുത്തിക്ക് താനാരുണ്ട്, കല്ലേ കൊത്ത് വരും കൊത്തേ ചീപ്പുള്ള നാറവളം നാറമക്കളെ ഒരു വാങ്ക് പരിപ്പ് കുത്തി പഞ്ചാക്കി ഞാനുണ്ട് സീതച്ചന്റെ പേരെന്ത് സീതച്ചന്റെ പേരോ പോടി. ആ കളി വേണ്ട, ഞാൻ വേറെ കളി പറയട്ടെ. ഞാൻ പറയാം, ഞാൻ വേറെ കളി എനിക്ക് ഓർമ്മ. ഞാൻ പറയട്ടെ, റാണി നമ്മ കടയിൽ പോയി ഒരു ഡസൻ വളം വാങ്ങി വളയുടെ നിറം എന്ത്. നമുക്ക് എന്നിട്ട് ഓരോ കളേഴ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ വിരൽ മടക്കി മടക്കി വെക്കുന്ന കളിയല്ലേ? എനിക്കറിയാത്. റെഡി, എന്നാ പിന്നെ അത് തന്നെ കളിക്കാം. എടി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ അനക്കൊണ്ട് നോക്കിയത് എന്ത് പടി അവന്? അവൻ സെക്യൂരിറ്റി ആണോ? അവൻ എന്ത് വേടാ? മിണ്ടത്തില്ല. അതെന്താടാ കാര്യം? ഞങ്ങൾ എന്താ ചെയ്തു നിന്നെ? അവൻ വിശക്കുന്നതിനാണ് വേണമെങ്കിൽ നിൽക്കുന്നത്. നമ്മളോട് കളിച്ചാൽ എന്താ കുഴപ്പമില്ല, നമ്മൾ അതിന് വാങ്ങിച്ചു കൊടുക്കണ്ടേ? അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ചു തന്നോളും കഴിക്കാൻ. അവരുടെ ദേഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും. നീ അവൻ റെഡി ആയിട്ട് നിൽക്കും. അയ്യോ അമ്മ ദേ കിടന്ന് ഉറങ്ങുന്നത്. അച്ഛൻ മാത്രമല്ല, ഞാനും റെഡിയായി. ഓ, കുറെ തുണി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും കൂടെ ഞാൻ കൊണ്ടങ്ങ് വിരിച്ചു മുകളില്. ആ ശാന്തച്ചി അപ്പൊ റെഡിയല്ലോ, വാനി നമുക്ക് പോവാനി. അയ്യോ, അതെ അമ്മ കിടന്ന് ഉറങ്ങുന്നില്ല. പിന്നെ എങ്ങനെ ചേട്ടാ അമ്മയെ വിളിച്ചു ഉണർത്ത്? അമ്മയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് ഇവിടെ വാങ്ങിച്ചിട്ട് വന്നാലോ? അമ്മ അടക്കം ഉറങ്ങട്ടെ, ക്ഷീണമായിരിക്കും. റൂം പോയാണോ? വല്ല കള്ളന്മാരും എന്നെ ആണോ? ഓ പോടി, ഇപ്പൊ സമയം എത്രയായി? 9 മണിയല്ലേ രാത്രിയില്. കള്ളന്മാര് രാത്രി 1 മണി 2 മണിക്കൊക്കെ ഇറങ്ങുന്നത്. ഓ ഇവിടെ അങ്ങൊന്നും കള്ളന്മാരൊന്നും കാണത്തില്ല. ഞാൻ പോയത് അത് തുറന്നു നോക്കട്ടെ. അത് സൂക്ഷിച്ചോർക്കണേ, പിടിച്ചോറിക്കാർ വല്ലതും കാണും. നമ്മുടെ നാടൊന്നും അല്ല ഇത്. ചിലപ്പോൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ സ്വർണ്ണാഭരണം കവർന്നോണ്ട് പോയത് ചെയ്യും. സ്വർണ്ണാഭരണം മാത്രമല്ല, നമ്മുടെ പൈസ എല്ലാം കവർന്നോണ്ട് പോയത് ചെയ്യും. ഏയ് അങ്ങനൊന്നും വരത്തില്ല ശാന്തേച്ചി. മോനെ റെഡി ആയിക്കേ. ഇതാരോ ഒരു മോള്. എന്താ മോളെ? ഫുഡോ? ആര് പറഞ്ഞു മോളോട് ഫുഡ് വേണമെന്ന്? ഞങ്ങക്ക് സാധാരണ റൂം ബോയ് അങ്ങനെ ഫുഡാ കൊണ്ടുവരുന്നത്. ഇതിപ്പോ ഒരു കൊച്ചുകുട്ടി. എന്റെ പേര് ആവണിനാ. ഞാൻ ഈ ലോഡ്ജിലുള്ള ആളാ. ആഹാരം വേണ്ടവർക്കൊക്കെ ആഹാരം കൊണ്ട് കൊടുക്കും. അതാ എന്റെ ജോലി. അയ്യോ ജോലിയൊക്കെ ചെയ്യാറായോ? അതിന് വയസ്സെത്രണ്ട് മോക്ക്? വയസ്സ് എനിക്ക് അതൊന്നും നിങ്ങൾ അറിയണ്ട. ഞങ്ങൾ വലിയ ജോലിയായിട്ടൊന്നും ഇല്ല. ഫുഡ് വേണ്ടവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ജോലിയൊന്നും അല്ല. എന്നാ ശരി അങ്കിളെ പോട്ടെ. എന്നാ ഫുഡ് എന്നാ? താങ്ക്സ് മോളെ. മോടെ പേരെന്താന്നാ പറഞ്ഞത്? ആവണി. ആവണി മോളെ താങ്ക്സ് കേട്ടോ. ഫുഡിന്റെ പൈസ ഞങ്ങൾ കൗണ്ടറിൽ കൊടുത്താൽ മതിയല്ലോ താഴെ. താഴെ കൊടുത്താ മതി. നല്ലൊരു മോളല്ലേ ആവണി മോളെ. ഞങ്ങളുടെ കളിക്കാൻ വരുന്നോ? ഞാൻ കുറച്ചായിട്ട് വരാം. കുറച്ചിട്ട് രാത്രിയായിട്ട് വരാം. അയ്യോ പാവല്ലേ ആവണി മോള്. നമുക്ക് ഫുഡ് കഴിക്കാനി. ആവണി മോള്. ഞാൻ ആവണി മോളാന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ആരാന്ന് അറിയിച്ചു തരാം. എന്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു തരാം. ഞാൻ വേഷം മാറി വന്നൊരു വ്യക്തിയാ. എന്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു കൊടുക്കാം. ആവണിമോടെ രൂപത്തിൽ വന്ന ഞാനാ. രാത്രി ഇനി ആവണിമോടെ വേഷത്തിൽ അവരുടെ റൂമിൽ കയറി പറ്റണം. ആ പിള്ളേരെന്നെ കളിക്കാൻ വിളിച്ചേക്കല്ലേ? ആവണിമോടെ വേഷത്തിൽ അവരുടെ കൂടെ കളിക്കാൻ പോണം.